ലില്ലി ചേച്ചിക്ക് എന്നെ അറിയോ? ഞാൻ ആദ്യമായിട്ട് കാണുക. കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഞാൻ ലില്ലി ചേച്ചിയെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നമ്മുടെ പുളിമുട്ടുള്ള അങ്കിളിന്റെ മോടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആന്റണി. അതെ അതെ അതെ. അത് എത്ര പേരുണ്ടായിരുന്നു അവിടെ വെച്ച്? എന്നെ എങ്ങനെ തിരിച്ചറിയാനോ? അത് പിന്നെ ടോമാണ് എനിക്കന്ന് ലില്ലി ചേച്ചിനെ കാണിച്ചു തന്നത്. എങ്ങനെയാന്നല്ലേ, ലില്ലി ചേച്ചിയുടെ ഇന്റർകാസ്റ്റ് മാരേജ് അല്ലായിരുന്നോ? പക്ഷെ ഫാമിലിയൊക്കെ എഗ്രി ചെയ്തിട്ടല്ലേ കല്യാണം കഴിച്ചത്. അതെ. അപ്പോഴാണ് ടോം പറഞ്ഞു തന്നത്, ഞങ്ങളുടെ കാര്യത്തിനും പ്രശ്നം ഉണ്ടാവത്തില്ല, നിങ്ങളുടെ പോലെ ഞങ്ങളെ സമ്മതിക്കുമെന്ന്. അങ്ങനെയാണ് പിന്നെ വീട്ടുകാരൊക്കെ ആലോചിച്ചിട്ട് കെട്ടിയാ പോരായിരുന്ന? എന്തിനാ വെറുതെ ഒളിച്ചോടാൻ നിന്നത്? അതിപ്പോ ചേച്ചിയുടെ ആണെങ്കിൽ ഇന്റർകാസ്റ്റ് എന്ന് പറയാം. പക്ഷെ ഞങ്ങളുടെ മതം ഒന്നല്ലേ. മതം ഒന്നാണെന്ന പ്രശ്നം. പാർട്ടിക്കാർ കണ്ടല്ലേ, എവിടെയെങ്കിലും ഒരു മയക്ക വെച്ചാൽ മതി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയാ. പിന്നെ എങ്ങനെയാ കല്യാണം സമ്മതിക്കുന്നത്? പിന്നെ നിങ്ങൾ എങ്ങനെ പ്രേമിച്ചത്? അത് പിന്നെ സിനിമ കാണാൻ പോയപ്പോ പ്രേമിച്ചതാ. ഒന്നിച്ചു പോയാ? ഒന്നിച്ചല്ല പോയത്, പക്ഷെ തിയേറ്ററിൽ വെച്ചിട്ട് ഒന്നായി. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ സിനിമ കാണാൻ പോയതാ. അപ്പോഴുണ്ടല്ലോ ടോം വന്ന് എന്റെ അടുത്തിരിക്കുന്നു. ടോം ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നേ. സിനിമ കണ്ട് കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോ നുള്ളാനും പിച്ചാനൊക്കെ തുടങ്ങി. ഭയങ്കര ശല്യമായപ്പോ ഞാൻ പറഞ്ഞു, ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്താ പോലീസിനെ വിളിക്കുന്നു. ടോമാ? എന്റെ കൊച്ചിനെ ആള് മാറി ധരിക്കും. ഞങ്ങളുടെ ടോം അത്രക്കാരനൊന്നും അല്ല. പൊക്കോ ഇടുന്നു. എന്റെ പൊന്ന് ലില്ലി ചേച്ചിക്ക് ടോമിനെ അറിയാത്തത് കൊണ്ടാ. ടോമ തന്നെ ആയിരുന്നെന്ന്. അതെങ്ങനെ ഞാൻ അറിഞ്ഞെന്നറിയാവോ? ഇന്റർവെല്ലിന് ലൈറ്റ് വന്നപ്പോഴാണ് ടോമാന്ന് അറിഞ്ഞത്. ടോം എന്റെ അടുത്ത് പറയുന്നേ, അത് അറിയാണ്ടൊന്നും അല്ല, ഞാൻ മനഃപൂർവ്വം പിച്ച് ചെയ്താ, എന്നെ ഇഷ്ടമായതുകൊണ്ടാണെന്ന്. എന്റെ അച്ഛൻ ഞാൻ ആളറിയാതെയാണ് നുള്ളിയത്. വെളിച്ചം തമ്മി കണ്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കണ്ട് മനഃപൂർവ്വം വന്ന് അടുത്തിരുന്നാണെന്ന് പറഞ്ഞു. ഇവളാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് അങ്ങ് വിളി തുടങ്ങി. പപ്പയുടെ ശത്രുവിന്റെ മോളല്ലേ, എനിക്ക് പ്രേമിക്കാൻ വല്ലതും പറ്റുമോ? ഞാൻ ഒടിയാനായിട്ട് പലതും പറഞ്ഞു നോക്കി. പിന്നെ പറഞ്ഞു വന്നപ്പം എനിക്ക് ഒരു സ്പാർക്ക് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് പാർക്കിലും പോയോ? പാർക്കിൽ പോയെന്നല്ലെന്ന്, സ്പാർക്ക് തോന്നി. സ്പാർക്ക്. പിന്നെയാണ് ഞാൻ ടോമിനെ കൊറേ പ്രാവശ്യം വിളിച്ചു, അപ്പോഴങ്ങും എടുക്കുന്നില്ല. അബദ്ധത്തിൽ ഒരു പ്രാവശ്യം എടുത്തു. ഇപ്പൊ ടോം എന്താന്നാ പറഞ്ഞത്, അത് പുള്ളിക്കാരൻ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ അത് മനസ്സിൽ ഒതുക്കുക, കാരണം വീട്ടുകാർ സമ്മതിക്കത്തില്ല എന്ന്. ഇനി വീട്ടുകാർ സമ്മതിക്കാതെ നടന്നാൽ അത് വലിയൊരു തീരാ ദുഃഖമായിപ്പോവും. അതുകൊണ്ട് നമുക്ക് വേറെ പിരിയാന്ന്. അത് കേട്ടപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നി. ആ വിഷമത്തിനോടൊപ്പം ടോമിനോട് എനിക്ക് ഭയങ്കര ഒരു അസൂയയും എന്താ പറയുക ഇഷ്ടമൊക്കെ തോന്നി. അങ്ങനെ അവളെ നിർബന്ധത്തിലാണ് അവസാനം ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ എങ്ങോട്ട് പോകുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളൊരു ഐഡിയ തന്നു. പുളിമൂട്ടിലെ ആൻഡ്രി ഞങ്ങളുടെ മോളെ കല്യാണത്തിന് വെച്ച് കണ്ട ഒരു ചേച്ചി പച്ചസാരി ഒത്തി ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അതായത് പച്ചസാരി കൊടുത്ത ചേച്ചി? ചേച്ചി അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞാണ് കല്യാണത്തിന് ഒരുങ്ങി കിട്ടി പോകണ്ടെന്ന്. കേൾക്കൂല, അനുഭവിക്കട്ടെ.